നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രതീക്ഷയുടെ പുതുപുലരി. കലണ്ടർ സ്ഥാപിക്കുന്നതിനുള്ള ശരിയായ വാസ്തുദിശ. പുതിയ വർഷം എത്തുന്നതോടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ പഴയ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ സ്ഥാപിക്കുന്ന സമയമായി. പൊതുവെ നാം പഴയ കലണ്ടർ ഇട്ടിരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കലണ്ടർ തൂക്കുക. സമയത്തെയും കാലത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് കലണ്ടർ. അതിനാൽ ഇത് സ്ഥാപിക്കുന്ന ദിക്കനുസരിച്ച് ഫലങ്ങളും വ്യത്യസ്തമായിരിക്കും. കിഴക്കുഭാഗത്തേക്ക് കലണ്ടർ സ്ഥാപിക്കുന്നത് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യും. വളർച്ചയെയും വിജയത്തെയും കുറിക്കുന്ന ഭാഗമാണിത്. സൂര്യോദയ ചിത്രമാലേഖനം ചെയ്ത കലണ്ടറാണെങ്കിൽ ഭാഗ്യം ഇരട്ടിക്കും. ഊർജത്തിൻ്റെ സ്വാഭാവിക പ്രസരണമുള്ള ഭാഗമാണ് പടിഞ്ഞാറ്. ബിസിനസ് സംബന്ധമായ ഉന്നതർക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കലണ്ടർ തൂക്കുന്നത് ഉത്തമമാണ്. വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം പടിഞ്ഞാറ് ദിശയിലേക്ക് വേണം കലണ്ടർ സ്ഥാപിക്കാൻ. പഴയ കലണ്ടറിന് മുകളിലായി ഒരിക്കലും പുതിയ കലണ്ടർ തൂക്കരുത്. ഇത് ധനനഷ്ടത്തിന് കാരണമാകും. വാസ്തുശാസ്ത്രപ്രകാരം കലണ്ടർ പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കണം. കാരണം അത് ഒഴുക്കിൻ്റെ ദിശയായി കണക്കാക്കപ്പെടുന്നു. തെക്കു ഭാഗത്തേക്ക് തിരിഞ്ഞ് കലണ്ടർ തൂക്കുന്നത് ദൗർഭാഗ്യമാണെന്നാണ് പറയുന്നത്. ധനാഗമനത്തിന് തടസ്സം സൃഷ്ടിക്കും. കൂടാതെ ഗൃഹനാഥന് പല രീതിയിലുള്ള രോഗങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും. പൊതുവെ പറഞ്ഞാൽ തെക്കു ഭാഗം ഒഴിച്ച് ബാക്കി ദിശകളിലേക്ക് കലണ്ടർ സ്ഥാപിക്കാവുന്നതാണ്. ഓരോ ഭാഗത്തിനും ഓരോ ഫലങ്ങളാണെന്നേ ഉള്ളൂ. കലണ്ടറിൽ ക്രൂരമൃഗങ്ങൾ, ദുഃഖചിത്രങ്ങൾ ഒന്നും പാടില്ല. ഇത് നെഗറ്റീവ് ഊർജത്തിന് കാരണമാകും. കലണ്ടർ എപ്പോഴും ഭിത്തിയിൽ തൂക്കുന്നതാണ് നല്ലത്. കതകിന് പുറകിലായോ ജനൽപ്പടിയിലോ കലണ്ടർ സ്ഥാപിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പലരും പുതിയ കലണ്ടർ വരുമ്പോൾ അത് പഴയ കലണ്ടറിന് മുകളിൽ തന്നെ വയ്ക്കുന്നു. എന്നാൽ ആ ശീലം ശരിയല്ല. ഇങ്ങനെ പഴയ കലണ്ടറിന് മുകളിൽ പുതിയ കലണ്ടർ വയ്ക്കുമ്പോൾ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുന്നു. അതുപോലെ തന്നെ പുതിയ കലണ്ടർ കീറുകയോ മറ്റ് കേടുപാടുകളോ ഒന്നുമില്ല എന്ന് നോക്കിയിട്ട് വേണം സ്ഥാപിക്കാൻ. അത്തരത്തിൽ കേടുപാടുകൾ ഉണ്ടെങ്കിൽ ഇതുമൂലം വീട്ടിൽ വാസ്തുദോഷങ്ങൾ വരാം. വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ദിശകളിൽ കലണ്ടർ ഇടാവുന്നതാണ്. കിഴക്ക് ദിശയിൽ കലണ്ടർ സ്ഥാപിക്കുന്നതിലൂടെ കുടുംബത്തിൽ പുരോഗതിയും സന്തോഷവും ഉണ്ടാകും. പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുന്ന കലണ്ടർ നിങ്ങളുടെ ജോലിക്ക് അനുകൂലമാണ്. വടക്കു ദിശയിൽ കലണ്ടർ തൂക്കുന്നത് സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ഭാഗത്ത് കലണ്ടർ സ്ഥാപിക്കാവുന്നതാണ്. തെക്കു ഭാഗത്ത് കലണ്ടർ സ്ഥാപിക്കുന്നതിലൂടെ ധനനഷ്ടം ഉണ്ടാകും. തെക്കു ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ദിശകളിലെല്ലാം നിങ്ങൾക്ക് കലണ്ടർ തൂക്കാവുന്നതാണ്. പുതിയ കലണ്ടർ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പഴയ കലണ്ടർ എടുത്തു മാറ്റിയതിന് ശേഷം മാത്രമേ പുതിയ കലണ്ടർ അവിടെ സ്ഥാപിക്കാവൂ. വാതിലിന് പിന്നിലോ ജനൽപ്പടിയിലോ ഒരു കാരണവശാലും കലണ്ടർ സ്ഥാപിക്കരുത്. വീടിൻ്റെ പ്രധാന വാതിലിൽ നിന്ന് നോക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ കലണ്ടർ ഒരിക്കലും സ്ഥാപിക്കാതിരിക്കുക. കീറിയതോ കേടുപാടുകളോ ഉള്ളതോ ആയ കലണ്ടർ സ്ഥാപിച്ചാൽ അതിലൂടെ ധനനഷ്ടം ഉണ്ടാകും. ഇപ്പോൾ എല്ലാവർക്കും വിശദമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീടിൻ്റെ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് ദിശകളിൽ കലണ്ടർ ഇടാവുന്നതാണ്. കിഴക്ക് ദിശയിൽ കലണ്ടർ സ്ഥാപിക്കുന്നതിലൂടെ കുടുംബത്തിൽ പുരോഗതിയും സന്തോഷവും ഉണ്ടാകും. പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുന്ന കലണ്ടർ നിങ്ങളുടെ ജോലിക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ വടക്ക് ദിശയിൽ കലണ്ടർ തൂക്കുന്നത് സാമ്പത്തിക രംഗത്ത് നേട്ടങ്ങൾ നൽകും. ഭവനത്തിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജത്തെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് പ്രധാന വാതിലിൽ നിന്നും കാണത്തക്ക രീതിയിൽ ഒരിക്കലും കലണ്ടർ സ്ഥാപിക്കരുതെന്ന് പറയുന്നത്. ഏവർക്കും പുതുവത്സരാശംസകൾ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.